ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മൾട്ടിപ്ലെക്സർ ആൻഡ് ഡീമൾട്ടിപ്ലെക്സർ ഈ രണ്ട് ടേംസാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഡറും സബ്ട്രാക്ടറും ഡിസ്കസ് ചെയ്തു. അതിനെ തുടർന്ന് അടുത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ടാണ് മൾട്ടിപ്ലെക്സർ. മൾട്ടിപ്ലെക്സർ മീൻസ് മെനി ഇൻറ്റു വൺ. It is a special type of combinational circuit. Multiplexing is a process of transmitting a large number of information over a single line. ഒരുപാട് ഡാറ്റകൾ ക്രോഡീകരിച്ചിട്ട് ഒരു സിംഗിൾ ലൈനിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രക്രിയ. ആദ്യം പറഞ്ഞു ഇറ്റ് മീൻസ് മെനി ഇൻറ്റു വൺ. ഒരുപാട് ഡാറ്റകളെ ഒരുപാട് ഇൻഫർമേഷൻസ് അത് ഇൻപുട്ടായി ലഭിച്ചിട്ട് ഒറ്റ ലൈനിലൂടെ ഒറ്റ ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ സർക്യൂട്ടുകളാണ് മൾട്ടിപ്ലെക്സർ. ഇറ്റ് ഈസ് പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഡിവൈസ്. അതാണ് പറഞ്ഞത്, പാരലൽ ഇൻപുട്ടാണ്. ഇൻപുട്ടുകൾ പാരലായിട്ട് പല മേഖലയിൽ നിന്നും പല ഭാഗത്തു നിന്നും വരുന്നു. അതിനെന്ത് ചെയ്യുന്നു? ഒറ്റ ഔട്ട്പുട്ടായിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. To select n inputs, we require m select lines such that 2 raised to m is equal to n. അതിന് സെലക്ട് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ എത്ര സെലക്ട് ലൈൻസ് ആണോ അതിനനുസരിച്ച് അതിന് ഇൻപുട്ടുകളുണ്ടാവും. ഉദാഹരണമായിട്ട് ഒരു 2 ഇൻപുട്ടാണ് അതിനുള്ളതെങ്കിൽ 2 raised to m, ആ m എന്നുള്ളത് സെലക്ട് ലൈൻസിൻ്റെ എണ്ണമാണ്. അപ്പോൾ m 1 ആണ്. അപ്പോൾ ഒരു സെലക്ട് ലൈൻസ് ഉണ്ടാവുമ്പോൾ ഈക്വൽ ടു 2 എന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 2 raised to m ഈക്വൽ ടു n, അതാണ് ഇക്വേഷൻ. അപ്പോൾ അവിടെ സെലക്ട് ലൈൻസാണ് തീരുമാനിക്കുക എത്ര ഇൻപുട്ട് ഉണ്ടാവും. അല്ല, നേരെ തിരിച്ചും പറയാം, എത്ര ഇൻപുട്ടുകൾ ഉണ്ട് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ സെലക്ട് ലൈൻസിൻ്റെ എണ്ണവും ഉണ്ടാവുക. സെലക്ട് ലൈൻസ് മീൻസ് ഇറ്റ് ഈസ് ആൾസോ എ ഇൻപുട്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ഇൻപുട്ട് മൾട്ടിപ്ലെക്സർ, 2x1 മക്സ് അല്ലെങ്കിൽ 2:1 മക്സ് എന്നൊക്കെ വിളിക്കും. ഇറ്റ് ഹാസ് 2 ഇൻപുട്ട്സ്, D0 ആൻഡ് D1. പൊതുവെ ഇൻപുട്ട്സിനെ D0 ആൻഡ് D1 എന്നാണ് വിളിക്കുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഡാറ്റ എന്നാണ്. ഡാറ്റ 0 ഒന്നാമത്തെ ഡാറ്റ, അതുപോലെ D1, അങ്ങനെ 2 ഡാറ്റകളുണ്ടാവും. അല്ലെങ്കിൽ അതിനെ I0 ആൻഡ് I1 എന്ന് വിളിക്കാം. I0 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്നുള്ള I കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇൻപുട്ടാണ്. ആൻഡ് 1 സെലക്ട് ബിറ്റ്, ഒരു സെലക്ട് ബിറ്റ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞു 2 ഇൻപുട്ട് ആയതുകൊണ്ട് 2 raised to 1 is equal to 2, അതാണ് ഇൻപുട്ടിൻ്റെ എണ്ണം. 2 ആണ് ഇൻപുട്ടിൻ്റെ എണ്ണം. അപ്പോൾ m is equal to ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഒരു സെലക്ട് ലൈൻസാണ്, സെലക്ട് ഇൻപുട്ടാണ് ഇവിടെ ഉണ്ടാവുക. അതിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. ആദ്യം അതിൻ്റെ സിമ്പൽ, 2 ഇൻപുട്ടുകൾ I0 I1 അല്ലെങ്കിൽ D0 D1 എന്ന് വേണമെങ്കിലും വിളിക്കാം. D0 D1 ഔട്ട്പുട്ടായിട്ട് ഇവിടെ Y ഉണ്ട്. ഇവിടെ സെലക്ട് ലൈൻസ് ആകെ ഒന്നാണുള്ളത്, എസ് എന്നുള്ള പേരിൽ ഒറ്റ സെലക്ട് ലൈൻസ്. ഓക്കെ, ഇതിൻ്റെ ടേബിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സെലക്ട് ലൈൻസാണ് തീരുമാനിക്കുക ഇത് നമുക്ക് വന്നിരിക്കുന്ന ഏത് ഇൻപുട്ടിനെയാണ് ഔട്ട്പുട്ടായിട്ട് കടത്തി വിടേണ്ടതെന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ S0 ആണെങ്കിൽ സെലക്ട് ലൈനിൽ ഡാറ്റ എന്നുള്ളത് അവിടുത്തെ കണ്ടീഷൻ 0 ആണെങ്കിൽ I0 എന്നുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക, അല്ലെങ്കിൽ D0. ഇനി സെലക്ട് ബിറ്റ് അല്ലെങ്കിൽ സെലക്ട് ഇൻപുട്ട് 1 ആണെങ്കിൽ I1 ഡാറ്റ ആയിരിക്കും. അഥവാ 0 ആണെങ്കിൽ I0 ഈ ബിറ്റ് 1 ആണെങ്കിൽ I1 ഡാറ്റ ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നു. ആ രീതിയിലാണ് മൾട്ടിപ്ലെക്സർ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സർക്യൂട്ടാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കണ്ടീഷൻ ലഭിച്ചതെന്ന് നോക്കാം. 2 ഇൻപുട്ടുകളുണ്ട്, I0 I1. ഇതിൽ I1 എന്നുള്ളത്
ഒരു I1 ഇവിടെ ആൻഡ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ I1ൻ്റെ അടുത്ത പിന്ന് എസ് സെലക്ട് പിന്നിലേക്ക് കൊടുത്തിരിക്കുന്നു, അത് ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നു. അതേ സമയം I0ൻ്റെ ആൻഡ് ഗേറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻപുട്ട് ഡയറക്റ്റ് I0 ആണ്. അതേസമയം അതിൻ്റെ അടുത്ത പിന്നിൽ വരുന്നത് സെലക്ട് പിന്നാണ്, പക്ഷെ അത് ഇൻവേർട്ട് ചെയ്ത് ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ടിട്ടാണ് അങ്ങോട്ട് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് രണ്ട് ഇൻപുട്ടിലും ഹൈ ആയെങ്കിൽ മാത്രമേ അത് ഔട്ട്പുട്ട് തരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എസ്സിൽ 0 ആവുമ്പോൾ I0യിലേക്ക് ഒരു ഡാറ്റ ഉണ്ടാവും. അതേസമയം ഇവിടെ 0 ആവുമ്പോൾ ഈ എസ് എന്നുള്ളത് ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ട് 1 ആവും. അപ്പോൾ രണ്ടും എന്താവും, I0യിലുള്ള ഡാറ്റയും അവിടെ ഹൈ ആണ്, അതേസമയം എസ്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന 0 എന്നുള്ളത് ഇൻവേർട്ടഡ് ആയിട്ട് 1 ആവും. ആ സമയത്ത് ഇവിടെയാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. അതാണ് നേരെ വൈയിലേക്ക് നമുക്ക് ലഭിക്കുക. ഇനി നേരെ തിരിച്ചാണെങ്കിൽ എസ് 1 ആണെങ്കിൽ I1ലേക്കാണ്, ഇവിടെ 1 ഓൾറെഡി ലഭിക്കും, ഇവിടെ I1ലുണ്ട്. അപ്പോൾ I1 എന്താവും, നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് I1ൽ എന്താണോ അത് വൈയിൽ നമുക്ക് പ്രതിഫലിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട് കാണിക്കുന്നത്. ഇനി അടുത്തത് 4 ഇൻപുട്ട് മൾട്ടിപ്ലെക്സറാണ്. ഇറ്റ് ഹാസ് 4 ഇൻപുട്ട്സ് I0 to I3 അല്ലെങ്കിൽ D0 to D3 which are selectively transmitted to output according to 4 possible combination of select bits X1 and X0 അല്ലെങ്കിൽ S1 and S0. ഒരു പേര് കൊടുത്തു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ സെലക്ട് ബിറ്റ്സ് ഉണ്ടല്ലോ, അതിന് കോമ്പിനേഷൻ ഉണ്ടാവും. അതിനനുസരിച്ചാണ്, അതാണ് തീരുമാനിക്കുക. നേരത്തെ പറഞ്ഞല്ലോ 2x1 സെലക്ട് ബിറ്റിൽ എന്താണോ ഡാറ്റ ഉള്ളത് അതിനനുസരിച്ച് എന്താവും ഇൻപുട്ട് സെലക്ട് ചെയ്യും. അതുപോലെ ഇവിടെ തന്നെയാണ്, ഇവിടെ കോമ്പിനേഷനാണ്, രണ്ട് സെലക്റ്റീവ് ഉണ്ടായതുകൊണ്ട് തന്നെ 2m=n ആണ്. ഇപ്പോൾ 2 സെലക്ട് പിൻ ഉണ്ടായതുകൊണ്ട് ഇവിടെ കോമ്പിനേഷൻ ഉണ്ടാവും. അതിനനുസരിച്ചാണ് എന്തുണ്ടാകുക, ഔട്ട്പുട്ട് ഏതാണ് എടുക്കേണ്ടതെന്ന് സെലക്ട് ആവുന്നത്. നോക്കാം, ഇതാണ് അതിൻ്റെ സിമ്പല്. 4 ഇൻപുട്ടുകൾ ഇവിടെ ഉണ്ട്, കാണിച്ചിട്ടുണ്ട്. 4 ഇൻപുട്ടുകൾ, ഇവിടെ 2 സെലക്ട് പിൻസാണ്, ഒരു ഔട്ട്പുട്ട്, അതാണ് സിമ്പല്. ഇനി അതിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കുക I0 ആണ്. 0 1 ആണെങ്കിൽ I1, 1 0 ആണെങ്കിൽ I2, 1 1 ആണെങ്കിൽ I3. അതായത് 0 0 സെലക്ട് പിൻ ആയി കഴിഞ്ഞാൽ I0, 0 1 I1, 0 2 I2, 1 0 I2, 1 1 ആണെങ്കിൽ അത് I3. ഈ ഇൻപുട്ടുകളാണ് വൈയിൽ അഥവാ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യുക, ലഭിക്കാം. അതിൻ്റെ സർക്യൂട്ടാണത്. ഈ സർക്യൂട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ 4 ആൻഡ് ഗേറ്റ് ഉണ്ട്. ഇവിടെ ഈ ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റുകളാണ്. അപ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആൻഡ് ഗേറ്റ് അതിലുള്ള എല്ലാ ഇൻപുട്ട് പിന്നുകളും ഹൈ ആയെങ്കിൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുകയുള്ളൂ. അതുപ്രകാരം ഇവിടെ എപ്പോഴാണോ ആ 3 ഇൻപുട്ടുകളും, ഓരോ ആൻഡ് ഗേറ്റിന് 3 ഇൻപുട്ടാണുള്ളത്, അത് 3 ഹൈ ആകുമ്പോൾ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഹൈ ലഭിക്കുകയുള്ളൂ. അതുപ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിൽ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ ഇവിടെ എസ് ഉണ്ട്, S1 S0 ഉണ്ട്. രണ്ടും 0 ആവുമ്പോൾ അതുപോലെ 0 1 ആവുമ്പോൾ, 1 0 ആവുമ്പോൾ, 1 1 ആവുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ കോമ്പിനേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 0 0 ആണ് എന്നുണ്ടെങ്കിൽ I0യിൽ എന്താണോ വന്നത് അതായിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുക. കാരണം 0 0 ആവുമ്പോൾ
ഒരു ഉദാഹരണം നോക്കാം. S1ഉം S0 ഉണ്ട്. അത് ഇൻവേർട്ടഡ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഇതിലേക്ക് പോകുന്നത്. ആ സമയത്ത് അതിൻ്റെ 2 ഇൻപുട്ടിൽ ഹൈ ലഭിക്കുന്നു. കാരണം 0 ആണ്. അത് നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ 1 ആയി കഴിഞ്ഞു. അപ്പോൾ അവിടെ 1 ആയി. പിന്നെ ഉള്ളത് I0 ആണ്. ആ I0യിലും കൂടെ ഡാറ്റ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ആ രീതിയിൽ ഓരോന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത I1ൽ എപ്പോഴാണോ 3ഉം 1 വരുന്നത് അത് 0 1 എന്നുള്ള കണ്ടീഷനിലാണ്. അതിൻ്റെ സർക്യൂട്ട്, അതിൻ്റെ ആ കണക്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും. അഥവാ S0 0യും S1 1ഉം വന്നു കഴിഞ്ഞാൽ I1ൽ എന്താവും? 1 1 വരും. പിന്നെ ഈ ആൻഡ് ഗേറ്റിൽ 1 1 വരും. തുടർന്ന് I1ലും കൂടെ ഡാറ്റ വന്നു കഴിഞ്ഞാൽ I1 സെലക്ട് ചെയ്യും. ഇനി 1 0 ആണ് എന്നുണ്ടെങ്കിൽ, അഥവാ S0 1ഉം S1 0 ആണെന്നുണ്ടെങ്കിൽ I2ന് നേരെയുള്ള ഈ ആൻഡ് ഗേറ്റിൽ 1 വരുന്നു. മൂന്നാമത്തെ ഇൻപുട്ടായിട്ടുള്ള I2വും ആ പ്രകാരം ഡാറ്റ വന്നു കഴിഞ്ഞാൽ I2 സെലക്ട് ചെയ്യും. ആ രീതിയിൽ എന്ത് ചെയ്യും? I3യും 1 1ൽ സെലക്ട് ആവുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഈ മൾട്ടിപ്ലക്സർ സർക്യൂട്ട് പ്രകാരം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ഇൻപുട്ട് ഉണ്ടെങ്കിലും ഇവിടെ ഔട്ട്പുട്ടായിട്ട് ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ ടു സീരിയൽ എന്ന് വിളിക്കാൻ കാരണം. ഇനി 8 ഇൻപുട്ട് മൾട്ടിപ്ലക്സറാണ്. ഇതേ ലോജിക്ക് തന്നെയാണ്. ഇവിടെ 8 ഇൻപുട്ടുകൾ ഉണ്ടാവും. I0 മുതൽ I7 വരെ, അല്ലെങ്കിൽ D0 എന്ന് വിളിക്കാം. D0 മുതൽ D7 വരെ. Y എന്ന പേരിലൊരു ഔട്ട്പുട്ട്, 3 സെലക്ട്, പിന്നെ S0, S1, S2. ഇതാണ് അതിൻ്റെ സിമ്പൽ. ഓക്കെ, അതിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 × 1 കാണിച്ച അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്തുണ്ടാവും? 4 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റാണ്. അപ്പോൾ ഇവിടെ 4 ഇൻപുട്ട് ആകുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ ഇൻപുട്ടുകളും 1 വന്നെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിൽ 1 ലഭിക്കുകയുള്ളൂ. അതുപ്രകാരമാണ് ഇപ്പോൾ ഇതിൻ്റെ ലോജിക്ക്. അതുപോലെ 3 സെലക്ട് പിൻസാണുള്ളത്, S0, S1, S2. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക? തീരുമാനിക്കുക ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, A0 മുതൽ A7 വരെ. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡർ അത് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം അത് തിരിച്ചായി കഴിഞ്ഞാലും ടേബിൾ എഴുതുമ്പോൾ ആ രീതിയിൽ എഴുതിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു നെയിം കൊടുത്തതെന്നേ ഉള്ളൂ. A0 to A7, അല്ലെങ്കിൽ D എന്ന് കൊടുക്കാം, I എന്ന് കൊടുക്കാം, എങ്ങനെയായാലും. ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റാണ്. ഇവിടെ 4 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റാണ്. അപ്പോൾ ആൻഡ് ഗേറ്റിന് 1 വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പിന്നിലും ഹൈ എന്നുള്ള ഇൻപുട്ട് വന്നെങ്കിൽ മാത്രമേ ആ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ 1 വരികയുള്ളൂ. അതുപ്രകാരം ഓർ ഗേറ്റിലൂടെ കടന്ന് വന്നിട്ട് അവിടെ 1 ലഭിക്കുകയുള്ളൂ. അതിൻ്റെ വേറൊരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ D0 to D7 എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ D0 മുകളിലാണ്, D1 ഈ രീതിയിൽ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വരക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എനാബിൾ ഇൻപുട്ട് പറഞ്ഞൊരു ഇൻപുട്ട് കൂടെ ഉണ്ടാവും. അത് മൾട്ടിപ്ലക്സറിന് സാധാരണ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാൻ പറ്റണം. എനാബിൾ 0 ആക്കിയിട്ട് കഴിഞ്ഞാൽ സർക്യൂട്ട് വർക്ക് ചെയ്യില്ല. ഈ സർക്യൂട്ടിൻ്റെ ഒരു കൺട്രോളിങ് എലമെൻ്റായിട്ട്, അല്ലെങ്കിൽ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സ്വിച്ചായിട്ട്, ഒരു പ്രാഥമിക സ്വിച്ചായിട്ട് എന്ത് ചെയ്യും? നമ്മൾ എനാബിൾ പിന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ എനാബിൾ 1 ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ മൾട്ടിപ്ലക്സർ വർക്ക് ചെയ്യുള്ളൂ. അത് 1 × 2 × 1 ആയാലും 4 × 1 ആയാലും ഏത് മൾട്ടിപ്ലക്സർ ആയാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ എനാബിളിൻ്റെ കേസിൽ നമ്മൾ സാധാരണ പ്രതിപാദിക്കാറില്ല. കാരണം അത് ഓൾറെഡി എനാബിൾ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ, ആ കൺസെപ്റ്റിൽ ബാക്കിയുള്ള പിൻസ്, സെലക്ട് പിൻസും അതുപോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമേ കാണിക്കാറുള്ളൂ. അതിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ കോമ്പിനേഷന് ഇവിടെ 3 ബിറ്റുകളുണ്ടാവും. 0 0 0 മുതൽ 1 1 1 വരെ. ഇവിടെ 0 0 0 ആവുമ്പോൾ D0 എന്നുള്ള ഈ ഫിഗർ പ്രകാരം D0 എന്നുള്ള, അഥവാ
ഈ ആൻഡ് ഗേറ്റിൽ മുഴുവനായിട്ടും 1 വരുന്നു. കാരണം നോക്കിയാൽ മനസ്സിലാവും, താഴെ സെലക്ട് പിൻസ് അതിൻ്റെ നോട്ടിലൂടെ കടന്നു വരുന്ന ഭാഗമാണ് ഇതിൻ്റെ ഇൻപുട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതുപ്രകാരം 000ൽ 111 ലഭിച്ചു കഴിഞ്ഞു. പിന്നെ D0യിലുള്ള ഡാറ്റ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നു. 001 ആണെങ്കിൽ D1, 010 ആണെങ്കിൽ D2, അതുപ്രകാരം 111 ആണെങ്കിൽ D7 എന്നുള്ള ഔട്ട്പുട്ടും നമുക്ക് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി 16 ഇൻപുട്ടാണ്. ഇവിടെ 16 ഇൻപുട്ടുകളുണ്ടാവും. അതുപ്രകാരം ഇവിടെ 4 സെലക്ട് പിൻസ് ആണ്. 2m = n ആണ്. 2⁴ = 16. ആ രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് 16 ഇൻപുട്ടുകൾ, 4 സെലക്ട് ലൈൻസ്. ഇവിടെ ഇതിൻ്റെ സർക്യൂട്ട് ഇതുപോലെ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 5 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ സെലക്ട് പിന്നെ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതനുസരിച്ച് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിൻ്റെ എണ്ണം, ഒറ്റ സെലക്ട് പിന്നാണെങ്കിൽ 2, സെലക്ട് പിൻ +1, അതാണ് അതിൻ്റെ ലോജിക്ക്. എത്ര സെലക്ട് പിന്നാണോ അതിനേക്കാൾ 1 കൂടുതലുള്ള ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുക. 1 സെലക്ട് പിന്നാണെങ്കിൽ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്, 2 സെലക്ട് പിന്നാണെങ്കിൽ 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്, ഇനി 3 ആണെങ്കിൽ 4 ഇൻപുട്ട്, 4 ആണെങ്കിൽ 5 ഇൻപുട്ട്. അപ്പോൾ അത്രയും അങ്ങനത്തെ ആൻഡ് ഗേറ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. സെയിം ലോജിക്കാണ്. ഇത് പ്രകാരം നോക്കുക, 0000 എന്നുള്ള കണ്ടീഷനിൽ എന്ത് വരുന്നു, ഒന്നാമത്തെ ഡാറ്റ D0 എന്നുള്ള ഡാറ്റ, ഇവിടെ 0 എന്ന് കാണിച്ചിട്ടുണ്ട്. ഏതായാലും D0 എന്നുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നു, അവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി ആ രീതിയിൽ ഇത് ടേബിൾ നോക്കുക. 1000 ആണെന്നുണ്ടെങ്കിൽ അടുത്ത D1, ആ രീതിയിൽ 1111ലാണ് അവസാനത്തെ ഡാറ്റ, 15ാമത്തെ, അഥവാ 0 to 15 ആണ്. അങ്ങനെ ആകുമ്പോൾ D15, 16ാമത്തെ ഡാറ്റ എന്ത് ചെയ്യുന്നു, സെലക്റ്റായിട്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ ടേബിൾ. 16 ഇൻപുട്ട് മൾട്ടിപ്ലെക്സർ, 16x1 mux or 16:1 mux. അപ്പോൾ മൾട്ടിപ്ലെക്സർ ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ ഇത് കോമ്പിനേഷൻ സർക്യൂട്ടാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഡാറ്റകൾ സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് ഒരു സിംഗിൾ ലൈനിലൂടെ ഒരു ഡാറ്റ ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ആ ഡാറ്റ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഏത് ഡാറ്റയാണോ സ്വീകരിച്ചിരിക്കുന്ന, ഏത് ഡാറ്റയാണോ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് തീരുമാനിക്കാം. എത്ര ഡാറ്റയും ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. പക്ഷേ അറ്റ് എ ടൈമിൽ മൾട്ടിപ്ലെക്സറിൻ്റെ കേസിൽ 1 ഡാറ്റ മാത്രമേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കേണ്ട കാരണം, നമുക്ക് എന്തുകൊണ്ടാണ് ഇതിൻ്റെ മേന്മ, നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്തൊക്കെയാണ്. ഇറ്റ് റെഡ്യൂസ് നമ്പർ ഓഫ് വയേഴ്സ് ഇവിടെ എണ്ണം കുറക്കും. കാരണം ആൻഡ് ഗേറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സർക്യൂട്ട് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റെഡ്യൂസസ് സർക്യൂട്ട് കോംപ്ലക്സിറ്റി ആൻഡ് കോസ്റ്റ്, സിംപ്ലിഫൈസ് ലോജിക് ഡിസൈൻ. വി ക്യാൻ ഇംപ്ലിമെൻറ്റ് മെനി കോമ്പിനേഷണൽ സർക്യൂട്ട് യൂസിങ് മക്സ്. മൾട്ടിപ്ലെക്സർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ കോമ്പിനേഷൻ സർക്യൂട്ടുകളും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്ലിക്കേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സർക്യൂട്ടാണ് മൾട്ടിപ്ലെക്സർ. കാരണം പാരലൽ ഇൻ സീരിയൽ ഔട്ട്, ആ രീതിയിൽ നമുക്ക് ഡാറ്റകളെ റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും ഈ സർക്യൂട്ട് ഉപയോഗിക്കുന്നു. ഇൻ ടെലിഫോൺ നെറ്റ്വർക്ക്, ഇൻ കമ്പ്യൂട്ടർ മെമ്മറി, ട്രാൻസ്മിഷൻ ഫ്രം കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫ് എ സാറ്റലൈറ്റ്. ഇത്രയും അപ്ലിക്കേഷൻസാണ് മെയിനായിട്ട് മൾട്ടിപ്ലെക്സറിന് ഉള്ളത്. ഇനി നമുക്ക് ഡീമൾട്ടിപ്ലെക്സറിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഡീമൾട്ടിപ്ലെക്സർ, ഇറ്റ് പെർഫോംസ് റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലെക്സർ. ഒരു മൾട്ടിപ്ലെക്സറിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻ, അഥവാ
ഒരു സിംഗിൾ ഇൻപുട്ടിലൂടെ ഡാറ്റ സ്വീകരിച്ചിട്ട് മൾട്ടി ചാനലായിട്ട് മൾട്ടി ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഔട്ട്പുട്ടുകളായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയ സർക്യൂട്ടാണ്. ഒരു മൾട്ടിപ്ലക്സറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സർക്യൂട്ടാണ് ഡീമൾട്ടിപ്ലക്സർ. ഇറ്റ് ടേക്സ് സിംഗിൾ ഇൻപുട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ് ഓവർ സെവറൽ ഔട്ട്പുട്ട്സ്. ഇറ്റ് ഹാസ് വൺ ഇൻപുട്ട് n ഔട്ട്പുട്ട്സ് ആൻഡ് m സെലക്ട് ലൈൻസ്. ഒരു ഇൻപുട്ട് ഉണ്ടാവുള്ളൂ, n ഔട്ട്പുട്ട് ഉണ്ടാവും. ആ ഔട്ട്പുട്ട് എത്രയാണ് സെലക്ട് ലൈൻസ് ആണ് തീരുമാനിക്കുക, m സെലക്ട് ലൈൻസ്. ദ സെലക്ഷൻ ഓഫ് n ഔട്ട്പുട്ട് ലൈൻസ് ഇസ് ഗിവൺ ബൈ n = 2m. നേരത്തെ ഇൻപുട്ടായിരുന്നു സെലക്ട് ലൈൻ തീരുമാനിച്ചിരുന്നത്, ഇവിടെ ഔട്ട്പുട്ടാണ് സെലക്ട് ലൈന് തീരുമാനിക്കുന്നത്. എത്ര ഔട്ട്പുട്ട് വേണമെന്നുള്ളത് സെലക്ട് ലൈനാണ് 2m എന്നുള്ള ഇക്വേഷൻ കൊണ്ട് തീരുമാനിക്കും. അല്ലെങ്കിൽ തിരിച്ചും പറ്റും. ഒരു എത്ര ഔട്ട്പുട്ട് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ സെലക്ട് ലൈന് ഉണ്ടാവുക. ഓക്കെ, ഒരു മൾട്ടിപ്ലക്സറിൻ്റെ നേരെ തിരിച്ച് ആലോചിച്ചാൽ മതി. ഇനി 1:2 ഡീമൾട്ടിപ്ലക്സർ, 1:2 ഡിമക്സ്. അതിൻ്റെ സിമ്പലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇൻപുട്ട് ഡി എന്ന പേരിൽ, ഡാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ സെലക്ട് പിന്നെ ഒന്നേ ഉള്ളൂ, കാരണം 2 ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പോൾ 2m = 2, 2 ഔട്ട്പുട്ട് ആയതുകൊണ്ട് സെലക്ട് ലൈൻ ഒന്നുണ്ടാവുള്ളൂ. ആ രീതിയിൽ ഇവിടെ S0 0 ആവുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യും, Y0 അല്ലേ. ഇവിടെ Y0 അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് I0 I1 ആണ്, രണ്ടും സെയിം ആണ്. അല്ലെങ്കിൽ Y0 Y1. ഓക്കെ, ഇപ്പോൾ സെലക്ട് പിന്നെ 0 ആവുമ്പോൾ നമ്മുടെ ഇവിടെ ഔട്ട്പുട്ട് Y0യിലാണ് ഔട്ട്പുട്ട് ലഭിക്കുക. സെലക്ട് പിന്നെ 1 ആവുമ്പോൾ ഔട്ട്പുട്ട് നേരെ Y1 ലഭിക്കുന്നു. അഥവാ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് Y1 ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇറ്റ് ഹാസ് 1 ഡാറ്റ ഇൻപുട്ട്, 1 സെലക്ട് ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട്സ്. D is connected to I0 or Y0 is S0 = 0 and E = 1. എനാബിൾ പിന്നെ അപ്പോൾ എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ, ഇനി 1:4 ഡീമൾട്ടിപ്ലക്സറാണ്. ഇവിടെ ഇതിൻ്റെ സിമ്പിളാണത്. ഒരു ഇൻപുട്ട്, 4 ഔട്ട്പുട്ട്, 2 സെലക്ട് പിൻസ്. ഓക്കെ, അതിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത്. Y0 Y1 Y2 Y3 ഇങ്ങനെ 4 ഔട്ട്പുട്ടുകളുണ്ടാവും. ഡാറ്റ D = ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. ഓക്കെ, ഇത് നോക്കുക. ഡാറ്റ എപ്പോഴും 1 ആയിരിക്കും, D ആയിരിക്കും. D മീൻസ് ഡാറ്റ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് S1 S0 2 ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് A B എന്നാണ്. S1 S0 എന്ന് അങ്ങനെ വിളിക്കുക, എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പോൾ S1 S0 എന്നുള്ളത് അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച്, ഇപ്പോൾ രണ്ടും 0 ആണെങ്കിൽ എന്ത് ചെയ്യും, Y0യിലാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് ലഭിക്കുക. ഒറ്റ ഉദാഹരണം പറയാം, നോക്കാം. ഡാറ്റ ഓൾറെഡി 1 വന്ന് നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് Yലേക്ക് വരുന്നത്. ഈ ഔട്ട്പുട്ടാണ് Yലേക്ക് വരുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റിൽ ഓൾറെഡി 1 ആയി കഴിഞ്ഞു. ഇനി ഡാറ്റ ഓൾറെഡി 1 ആണ്, അപ്പോൾ അതും അതിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ 3 1 ലഭിച്ചിട്ട് ഔട്ട്പുട്ട് Y0യിൽ നമുക്ക് ലഭിക്കുന്നു. അതുപ്രകാരം അടുത്തത് 0 1 ആവുമ്പോൾ Y1ലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. 10 ആവുമ്പോൾ അത് Y2ൽ ലഭിക്കുന്നു. ഇനി 11 ആവുമ്പോൾ നേരെ Y3യിൽ. ഇവിടെയൊക്കെ ലോജിക്ക് കഴിഞ്ഞ സർക്യൂട്ടിൽ പറഞ്ഞ പ്രകാരം, മൾട്ടിപ്ലക്സറിൻ്റെ കേസിൽ പറഞ്ഞ പ്രകാരം ആൻഡ് ഗേറ്റിലെ 3 ഇൻപുട്ടുകളും ഹൈ ആയെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിലേക്ക് ഡാറ്റ ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ആ ലോജിക്ക് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെലക്ട് ലൈൻസിൻ്റെ കോമ്പിനേഷൻസ് അത് തീരുമാനിക്കും എവിടെയാണ് ഔട്ട്പുട്ട്, ഏത് ഔട്ട്പുട്ട് ലൈനിൽ നിന്നാണ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കേണ്ടതെന്ന് സെലക്ട് ലൈൻസ് തീരുമാനിക്കും. കഴിഞ്ഞ പ്രാവശ്യം മൾട്ടിപ്ലക്സറിലുണ്ടായത് ഏത് ഇൻപുട്ടാണ് എടുക്കേണ്ടത് എന്നായിരുന്നു സെലക്ട് ലൈൻസ് തീരുമാനിച്ചിരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്.
ഇൻപുട്ട് സ്വീകരിച്ചിട്ട് ഏത് ലൈൻ വഴിയാണ് കടത്തി വിടേണ്ടത്, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് സെലക്ട് ലൈൻസ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി 1x8 ഡീമൾട്ടിപ്ലക്സറാണ്. ഇവിടെ നോക്കുക, ഒരു ഇൻപുട്ട് 8 ഔട്ട്പുട്ടുകൾ Y0 to Y7 3 സെലക്ട് പിൻസ്, അഥവാ 2m n എന്ന് പറയുന്നത് ഇവിടെ ഔട്ട്പുട്ട്സ് ആണ്. ഔട്ട്പുട്ട് 8 ഉണ്ടായതുകൊണ്ട് 2/3 8 അങ്ങനെയാണ്. ആ 3 ആണ് സെലക്ട് പിന്നാണ്, സെലക്ട് പിൻസിൻ്റെ എണ്ണമായിട്ട് ലഭിക്കുന്നത്. അതിൻ്റെ സർക്യൂട്ടാണ്. കഴിഞ്ഞ അതേ ലോജിക്ക് ഇവിടെ എന്തുണ്ട്, 4 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റാണ്, 3 സെലക്ട് പിൻസ് ഉണ്ടാവും. S0, S1, S2, D ഉണ്ടാവും. അതുപ്രകാരം ആദ്യത്തെ കേസിൽ 0 0 0 വരുമ്പോൾ നോക്കുക, 0 0 0 വരുമ്പോൾ ഈ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് ഈ ആൻഡ് ഗേറ്റിലേക്ക് ലഭിക്കുന്നത്. അതുപ്രകാരം അവിടെ 1 1 1 എന്ന് ലഭിക്കുന്നു. തുടർന്ന് ഡാറ്റ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ കേസിൽ 0 0 0ൻ്റെ കേസിൽ Y0യിലുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നു. അതാണ് ടേബിളിൽ കാണിച്ചിട്ടുള്ളത്, Y0 D. ഇനി 0 0 1 Y1ലാണ് ഡാറ്റ ഉള്ളത്, 0 1 0 Y2ലാണ്, 0 1 1 Y3ലാണ്. ആ രീതിയിൽ ഇവിടെ ഡാറ്റ ഇവിടെ ഉണ്ട് D. 1 1 1 0 Y6ലുണ്ട്. ലാസ്റ്റ് 1 1 1 Y7 ഡാറ്റ നമുക്ക് ലഭിക്കുന്നു. ഈ രീതിയിലാണ് ഡീമൾട്ടിപ്ലക്സർ 1x8 വർക്ക് ചെയ്യുന്നത്. ഇനി 1x16 ആണ്. 16 ഔട്ട്പുട്ടുകൾ ഉണ്ടാവും. അതനുസരിച്ച് 4 സെലക്ട് ലൈൻസ് ആണ്. 2/m n അല്ലേ, ആ സമയത്ത് 2/4 16. ഈ 4 ആണ് സെലക്ട് പിൻസിൻ്റെ എണ്ണം. ഓക്കെ, ഇതാണ് സർക്യൂട്ട്. ഇവിടെ ഈ ഓരോ ആൻഡ് ഗേറ്റിനും 5 ഇൻപുട്ടുകൾ ഉണ്ടാവും. അഥവാ സെലക്ട് ലൈൻസ് എത്രയാണോ, അത് മൾട്ടിപ്ലക്സർ ആയാലും ഡീമൾട്ടിപ്ലക്സർ ആയാലും സെലക്ട് ലൈൻസ് എത്രയാണോ അതിനേക്കാൾ ഒരു എണ്ണം കൂടുതലുള്ള ആൻഡ് ഗേറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ 5 ഇൻപുട്ട് ആൻഡ് ഗേറ്റാണ്. ആ സമയത്ത് ഇതേ ലോജിക് പ്രകാരം 0 0 0 0 എന്നുള്ള കണ്ടീഷനിൽ Y0യിലാണ് ഡാറ്റ നമുക്ക് ലഭിക്കുക. 1 1 1 1 എന്നുള്ള ആ സമയത്ത് ഡാറ്റ ഏറ്റവും അവസാനം Y15ലാണ് നമുക്ക് ഡാറ്റ ലഭിക്കുന്നത്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. ഇമേജ് കാണിക്കുമ്പോൾ വലിയ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സർക്യൂട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഐഡിയ വെച്ച് എന്ത് ചെയ്യുക, വരച്ച് നോക്കുക. ഓക്കെ, അതിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്. 0 0 0 0 1 1 1 1. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ 0 0 0 0ൻ്റെ കേസിൽ ഇവിടെ A എന്നുള്ള പേരിൽ കാണിച്ചിട്ടുണ്ട്. D ആയാലും കുഴപ്പമില്ല, ഇതിൽ A എന്നുള്ള പേരിൽ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് Y0യിലാണ് ഇൻപുട്ട്. അത് പ്രകാരം അവസാനം 1 1 1 വരുമ്പോൾ Y15ൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇതിൻ്റെ ടേബിൾ വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടേബിൾ എഴുതുമ്പോൾ ചുരുക്കിയിട്ട് ഈ കണ്ടീഷൻ, അഥവാ ഫസ്റ്റ് ഇൻപുട്ടിൻ്റെ ഭാഗം എഴുതിയിട്ട് ഔട്ട്പുട്ടിൻ്റെ ഭാഗത്ത് 0 0 0 0 വരുമ്പോൾ Y0യിലാണ് ഔട്ട്പുട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ Y0, തുടർന്ന് ഇവിടെ Y1, Y2, Y3, Y4, Y5, ലാസ്റ്റ് Y15. ആ രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ ചുരുക്കി എഴുതാവുന്നതാണ്. ഫുള്ളായിട്ട് എഴുതണം നിർബന്ധമില്ല, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ കാണിച്ചതാണ്.